നമസ്കാരം സുഹൃത്തുക്കളെ. കള്ളനെ നമ്പിയാലും പൊങ്ങിയെ നമ്പരുത് എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊരു പഴഞ്ചൊല്ലില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. ശരിയാണ്, അങ്ങനെയൊരു പഴഞ്ചൊല്ലില്ല. അത് വേറൊരു തരത്തിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് കാണുന്ന ഒരു പഴഞ്ചൊല്ലാണ് കള്ളനെ നമ്പിയാലും കൊങ്ങിയെ, അതായത് കോൺഗ്രസിനെ നമ്പരുത് എന്നാണ് പറയുന്നത്. സംഗതി എന്താണെന്നല്ലേ, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നത് മറ്റൊരു ഉഡായിപ്പ് പരിപാടിയിലൂടെ അവർ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് സകലമാന ബസ്സിലും, അത് പാസഞ്ചർ ബസ്സിൽ മാത്രമല്ല, ഓർഡിനറി ബസ്സിൽ മാത്രമല്ല, ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും മിന്നലിലും ഒക്കെ കയറി ഇവർ സ്ത്രീകളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഭരണത്തിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് സൗജന്യ യാത്ര എന്നാണ് പൂർണ്ണമായും സൗജന്യ യാത്ര. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിലെത്തിയതിന് ശേഷം ഊട്ടിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു. അത്തരക്കാരുടെ വീഡിയോയും മറ്റും നമ്മൾ കാണുകയും ചെയ്തതാണ്. ശരി, ആയിക്കോട്ടെ, നമ്മുടെ KSRTC മുടിഞ്ഞ് പണ്ടാരമടങ്ങിയിരിക്കുകയാണ്. ഏത് സർക്കാരിനും ഇങ്ങനെയൊന്നും എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സിലും ഈ സൗജന്യമൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരി, പറഞ്ഞു പോയി. വാഗ്ദാനമായിട്ട് പാസഞ്ചർ ബസ്സിലെങ്കിലും കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അവർ ഭരണത്തിലേറി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഒരു തീരുമാനമാവാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രോളുകൾ തുടങ്ങി. പ്രതിപക്ഷം അത് ആരോപണമായിട്ട് ഉന്നയിച്ചു വന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർ ജൂൺ 15-ാം തീയതി പ്രിയദർശിനി എന്ന പേരിൽ ഈ പദ്ധതി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ തുടങ്ങുന്ന ദിവസം, അതായത് ഇന്നേക്ക് 24 മണിക്കൂർ മുമ്പ് ഇവിടെ ഒരു വലിയൊരു മാജിക്ക് നടന്നു, ഒരു അത്ഭുതം നടന്നു. കേരളത്തിൽ ഏതാണ്ട് 3000-ഓളം പാസഞ്ചർ ബസ്സുകൾ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും സിറ്റി ബസ്സുകളായി മാറുന്ന അത്ഭുത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ പേരിന് കുറച്ച് പാസഞ്ചർ ബസ്സുകളാണ് കേരളത്തിൽ ഓടാൻ പോകുന്നത്. അതും ഈ തുടക്കത്തിലെ ഒരു ആരംഭ ശൂരത്വം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ തുടക്കത്തിൽ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന ഒരു സമയം കണക്കാക്കി രാവിലെ ആ 9 മണി 10 മണിക്ക് മുമ്പൊക്കെ ആയിട്ട് ഏതാനും ബസ്സുകളൊക്കെ ഓടാൻ സാധ്യതയുണ്ട്. ഓസിന് കിട്ടിയാൽ ആസിഡും വിഴുങ്ങുന്നവരാണ് മലയാളികൾ എന്നതുകൊണ്ട് ഇടിച്ചു കയറി ഇതിനൊക്കെ ആളുകൾ നിൽക്കുകയും അതിൻ്റെയൊക്കെ പടം ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കാണുകയും ചെയ്യും. ഇതിനകം തന്നെ അത് വന്നു കഴിയുകയും ചെയ്യും. പക്ഷേ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ പാസഞ്ചർ ബസ്സാണ് കാത്തു നിൽക്കുന്നതെങ്കിൽ 10 മണിക്ക് മുമ്പ് ഒരെണ്ണം പോലും വരാൻ പോണില്ല. അവസാനം നിവർത്തി കെട്ട് കിട്ടുന്ന ബസ് പിടിച്ച് അതിലുള്ള റേറ്റും കൊടുത്ത് അവർ യാത്ര ചെയ്യും. 10 മണിക്ക് ശേഷം ചിലപ്പോൾ പേരിന് 1-2 ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നിരിക്കും. 10 മണിക്ക് ശേഷവും 5 മണിക്ക് മുമ്പും. ആ സമയങ്ങളിൽ പൊതുവേ ജോലിക്കായിട്ട് സ്ത്രീകൾക്ക് പോകേണ്ട ആവശ്യമില്ല, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയാൽ മതി. പക്ഷേ പൊതുവേ തിരക്ക് കുറഞ്ഞൊരു സമയമാണ്. ആ സമയത്തായിരിക്കും പുരുഷന്മാരായിട്ടുള്ള യാത്രക്കാർ കാണും. അവർക്കിതൊന്നും ബാധകമല്ലല്ലോ. കാര്യം ഇവിടെ സത്യത്തിൽ പുരുഷന്മാരാണ് 2ാം തരക്കാർ. അവർക്കിങ്ങനെ സൗജന്യമൊന്നുമില്ല. അതിന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ന്യായീകരണം നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇതേപോലെ സൗജന്യമായിട്ട് കൊടുത്താൽ ആ പണം വീട്ടിലെത്തും, പുരുഷന് കൊടുത്താൽ അത് ആ പണം വീട്ടിലെത്തില്ല, പകരം അത് സർക്കാരിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ദിവസം ലാഭിക്കാവുന്ന 10 രൂപ അല്ലെങ്കിൽ 20 രൂപ അത് സ്ത്രീ വീട്ടിലെത്തും. ശരി, അത് നമ്മൾ സമ്മതിക്കുന്നു. സ്ത്രീയുടെ കയ്യിലുണ്ടെങ്കിൽ അത് വീട്ടിലെത്തും. പക്ഷേ ആ പണം എങ്ങനെയാണ് സർക്കാരിലെത്തുന്നത്, പുരുഷൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് സർക്കാരിലെത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 20 രൂപയ്ക്കോ മദ്യം കിട്ടുന്ന ഏതെങ്കിലും ഷോപ്പുകൾ സർക്കാർ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടോ? അതോ അവൻ കുറേ ദിവസം ഈ 20 രൂപ അല്ലെങ്കിൽ 30 രൂപ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഒടുവിൽ കൊണ്ട് ബിവറേജിൽ കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്? ഞാൻ എല്ലാ പുരുഷന്മാരെയും ഉദ്ദേശിച്ചല്ല എന്നൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും പുരുഷന്മാർക്കിട്ട് ഒരു കൊട്ടു കൊടുത്തിരിക്കുകയാണ്. പോട്ടെ, അവരുടെ വയറ്റിപ്പിഴപ്പിൻ്റെ കാര്യം. അവരിങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞു പോയി, അത് എങ്ങനെയെങ്കിലും പാലിക്കണമല്ലോ. ഖജനാവിൽ പണമുള്ള മറ്റ് സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ ചാടാൻ നോക്കിയതാണ്. ഇപ്പോൾ കയ്യും കാലിട്ടടിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ നാട് കുട്ടനാടാണ്, ഞാൻ പലവട്ടം തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ കുട്ടനാട്ടുകാരെ പൊതുവേ ഈ സലിംഗബാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില പ്രത്യേക മലയാളീസ് ഈ കുട്ടനാട്ടുകാരെയൊക്കെ ഗ്രാമവാസികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഗ്രാമവാസികളൊന്നും അല്ലാതായിട്ടുണ്ട്. ഞങ്ങളുമൊക്കെ സിറ്റിയാണ്, അൽ സിറ്റി. ഇതിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ചില ബസ്സുകളൊക്കെ, പാസഞ്ചർ ബസ്സുകളൊക്കെ അത് അത്ഭുതകരമായ രീതിയിൽ സിറ്റി ബസ്സുകളായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനി ടൗൺ ബസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓടിക്കാൻ പോകുന്നത്. എന്തായാലും അവരുടെ തന്നെ ചില MLA-മാരും മറ്റുമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നത് പോലെയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് കയറി ഇരിക്കുമ്പോൾ. ഇതറിയാനായിട്ട് ആദ്യമായിട്ട് ഭരണത്തിലേറുന്ന കൂട്ടരല്ലല്ലോ കോൺഗ്രസ്സുകാർ. അവരിതിനു മുമ്പ് ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നടക്കാത്ത കാര്യം എന്തിനാണ് വെറുതെ വ്യാജ വാഗ്ദാനമായിട്ട് കൊടുക്കുന്നത്? ഒരു പുതിയ സർക്കാരാണ് വരുന്നത് എന്ന് വെക്കുക, ഒരു പുതിയ കക്ഷി, പുതിയ പാർട്ടി. അവർക്ക് ഈ ഭരിക്കുന്ന രീതികളെ പറ്റിയോ അല്ലെങ്കിൽ ഖജനാവിൽ നീക്കിയിരിപ്പിനെ പറ്റിയോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയോ ഒന്നും അറിയാത്ത ഒരു കൂട്ടരാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഭരണത്തിൽ കയറിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ധവളപത്രമൊക്കെ കാണിച്ചിട്ട് പറയാം, എന്താ കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ, ഞങ്ങൾക്കറിയില്ലായിരുന്നു, അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ക്ഷമിക്കും. പക്ഷേ മാറി ഭരിച്ചുകൊണ്ടിരുന്നവരാണ് ഇവിടെ ഇടതും വലുതും. ഒരു ഭരണം കിട്ടാൻ വേണ്ടി നട്ടാ കുരുക്കാത്ത രീതിയിലുള്ള കള്ളങ്ങളും അതിൻ്റെ കൂടെ വ്യാജ വാഗ്ദാനങ്ങളും
എന്നിട്ട് ഭരണത്തിലേറിക്കഴിഞ്ഞതിന് ശേഷം കിടന്നുകൊണ്ട് കയ്യും കാലിട്ടടിക്കുക. ഒടുവിൽ പറഞ്ഞ വാഗ്ദാനം പാലിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നാമമാത്രമായിട്ടുള്ള ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും, സ്ത്രീകൾ അവിടെ കിടന്നുകൊണ്ട് ഇടിച്ച് കയറി ഇനി ആ തിക്കും തിരക്കിലും പെട്ട് എത്ര എണ്ണം അപകടത്തിൽപ്പെടും. അത്തരം വാർത്തകൾ കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. ഫലത്തിൽ ഗുണത്തിന് വേണ്ടി ചെയ്തത് കുടുംബങ്ങൾ തന്നെ തകരാൻ കാരണമാവുന്ന തരത്തിലേക്ക് ഇത് മാറും. കർണാടകയൊക്കെ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ബംഗാൾ സർക്കാരും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനൊക്കെയുള്ള പണമുണ്ട്. അവരിതുപോലെ എച്ചിത്തരവും അരക്കിത്തരവും ഒന്നും കാണിക്കില്ല. ഉള്ള പാസഞ്ചർ ബസ്സുകൾ കൂടി ഉഡായിപ്പ് പരിപാടിയിലൂടെ സിറ്റി ബസ് എന്നൊക്കെ പേരും മാറ്റിയിട്ട് നാമമാത്രമായിട്ടുള്ള പാസഞ്ചർ ബസ്സുകൾ മാത്രം അനുവദിച്ചിട്ട് അത് സമയത്തിട്ട് വരാത്ത രീതിയിൽ ഒടുവിൽ ഗതികെട്ട സ്ത്രീകൾ തന്നെ കിട്ടുന്ന ബസ്സിൽ കയറി ഒടുക്കത്തെ ചാർജും കൊടുത്ത് പോകുന്ന ആ രീതിയിലേക്ക് തന്നെ ഇത് പോവും. ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോളൂ. കാരണം നിങ്ങളൊരു കള്ളനെ വിശ്വസിച്ചാൽ കൂടി ഒരിക്കലും ഒരു കോൺഗ്രസ് തന്നെ വിശ്വസിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഈ സംഘടന എന്നത് തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയാണ്. ഇന്നത്തെ കാലത്തെ പല ജൻസികൾക്കും അറിയാത്ത കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ്റെ ഫോട്ടോയോ പേരോ പോലും മെൻഷൻ ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കോൺഗ്രസ് ആണ്. യോ ഹ്യൂം എന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഇത് ഉണ്ടാക്കി ഇന്ത്യക്കാരൻ്റെ കൈ കൊടുത്തത്. അവർക്ക് കുറേ കാലം കൂടി ഈ നാട് ഭരിക്കാൻ. ഈ സത്യമൊക്കെ ഒരുപാട് കാലം അവർ മറച്ചു വെച്ചു. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിച്ചിട്ടൊരു കാര്യവുമില്ല. ഇനി അഥവാ ആരെങ്കിലും അതിനകത്ത് നല്ലത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ കോൺഗ്രസ് പാർട്ടിയിലുള്ള മറ്റേതെങ്കിലും ചിന്താധിക്കാരനായിരിക്കും. ഗതികേടുകൊണ്ട് മാത്രം കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നവനായിരിക്കും. ഒരു സംശയം വേണ്ട.